കടബാധ്യതകൾ മാറുന്നതിനുള്ള പ്രാർത്ഥന. ആബാ പിതാവേ, അങ്ങയുടെ മകളായ എൻ്റെ കടബാധ്യതകൾ സർവ്വസമ്പത്തിൻ്റെയും ഉടമയായ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവഹിതപ്രകാരമല്ലാതെ പണം സമ്പാദിച്ചതിനും അങ്ങയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പണം ഉപയോഗിച്ചതിനും വരുമാനത്തിൻ്റെ ദശാംശം സുവിശേഷ വേലയ്ക്കായി നൽകാതിരുന്നതിനും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ സാമ്പത്തിക ഞെരുക്ക സമയത്ത് വായ്പ തന്ന് സഹായിക്കുവാൻ അങ്ങയുടെ സ്നേഹവുമായി എൻ്റെ അടുത്ത് വന്നവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അവരെ സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. നിൻ്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും എന്ന വാഗ്ദാനം പ്രാപിക്കാമെന്ന വിശ്വാസത്തോടെ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. 10 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുക. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. 10 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. 10 പ്രാവശ്യം വീണ്ടും ചൊല്ലുക. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. അടുത്തത്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. 10 പ്രാവശ്യം ചൊല്ലുക. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.